സോ യെസ്, ഒലീവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ വെരി വെരി ഹാപ്പി ബിക്കോസ് ഖത്തറിൽ നിന്നുള്ള ഒരു റേഡിയോ ഇങ്ങനെ ഒരു സോങ്ങിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്നിച്ചു കൂടിയേക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ജസ്റ്റ് നൗ ഞങ്ങൾ പറയായിരുന്നു 2026 ഫിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫയർ മത്സരം ഇന്നലെ ഇവിടെ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആഘോഷം ഒരു സൈഡില്, ആ സമയത്താണ് നാട്ടിലൊരു ഫുട്ബോൾ മയം, ആ സമയത്താണ് നിങ്ങളൊരു കിടിലൻ ടീം പന്തൽച്ചാനുമായിട്ട് ഇങ്ങോട്ട് പോന്നേക്കുന്നത്. സോ എവറിത്തിങ് ഈസ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. എവിടെന്നാ ഞാൻ തുടങ്ങാം? മോസിൻ ഖത്തറിൽ വന്ന് ഫുട്ബോൾ മാച്ച് കണ്ട് ആരോടും പറയാതെ മിണ്ടാണ്ട് ഓടിപ്പോയ ഒരാളാണ്, റൈറ്റ്? അതെ അതെ അതെ. സോ യു ടെൽ മീ, ഖത്തറില് ഫുട്ബോൾ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ കേറി നിൽക്കുന്ന മോസിനെയും തുടങ്ങട്ടെ. അതെ, ഞങ്ങളിത് ശരിക്കും നമ്മള് വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങള് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലാണ് നമ്മൾ ഇരുന്ന് തോന്നുന്നില്ലേ ആദ്യം ജാമ്യാണ്, അല്ലേ? അതെ, ഒരു ഒരു കൊല്ലത്തിന്റെ കൊല്ലായി. പക്ഷെ അപ്പൊ കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പം 2023, അതെ, അങ്ങനെ തുടങ്ങിയതാ. അപ്പൊ അങ്ങനെ അന്ന് ഒരു ജാമ്യ വൈക്കായി. തുടങ്ങി. ഇപ്പൊക്കെ കറക്റ്റ് ഇന്റർനാഷണലും ഫുട്ബോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അതേപോലെ ഇവിടെ ഇപ്പം സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. യെസ്. അതും അതിന്റെ സമയത്ത് ഇറക്കാൻ പറ്റി. അങ്ങനെ കറക്റ്റ് ടൈമിംഗ് ഒക്കെ അങ്ങനെ ആയി വന്ന്. മോസിന് ഒരു 1.5 വർഷത്തെ ഒരു ചർച്ചയിൽ നിന്ന് തുടങ്ങിയതാന്ന് പറഞ്ഞു. സോ അന്നത്തെ ചർച്ചയിൽ സത്യത്തിൽ ഒരു ഫുട്ബോൾ സോങ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സൂപ്പർ ലീഗും ഇതുമെല്ലാം പിന്നെ വന്ന് ചേരുന്ന കാര്യങ്ങളാണ്. അതെ അതെ അതെ, ഞങ്ങളത് ഇത് ശരിക്കും പറഞ്ഞാൽ തല്ലുമാലയുടെ ആൽബം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങള് എന്റെ ഉള്ളിൽ ഐഡിയ ഉണ്ടായിരുന്നു, പന്തളിച്ചാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, ഒരു ചാൻഡ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇപ്പൊ പന്തൽ ചാൻഡ് എന്നുള്ള പേര് തന്നെ ഞങ്ങൾ ഇട്ടതെന്ന് വെച്ചാല്, നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് നേരെ ചായ അടിച്ചിട്ട് കളിക്കാൻ പോകുമ്പോ പീഡിയെ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം, അല്ലെങ്കിൽ എനിക്ക് പന്തൽ ചാണ്ട് എന്ന് പറയാ. അതെ, എനിക്ക് പന്തൽ ചാണ്ട്, എനിക്ക് അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളെ പന്തൽ ചാണ്ട് എന്നുള്ള പാട്ട്. അപ്പൊ ഇവന്മാരെ കൂടെ ഇരിക്കുമ്പോ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും വേഗം മനസ്സിലാണ് കാര്യമാണത്, എളുപ്പത്തിൽ മനസ്സിലാവും എന്താ വിഷയം എന്താന്നുള്ളത്. പിന്നെ അതിലധികം ചിന്തിക്കേണ്ടി ഒന്നും വന്നിട്ടൊന്നുമില്ല. ഓരോരുത്തർക്ക് എവിടെയൊക്കെയാ എന്തൊക്കെയാ പറയേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അപ്പോ അതങ്ങനെ പിന്നെ ഒരൊറ്റ ഫ്ലോയിൽ അങ്ങനെ പോയി. ബേബി മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, ഫസ്റ്റ് തന്നെ അസൈൻമെന്റ് ഒക്കെ വെച്ച് ഓരോ സ്കൂൾ ഇട്ടിട്ട് വേഗം ഗ്രൗണ്ടിക്ക് പോണ ആ പാച്ചിലുള്ള എന്തൊക്കെയാണോ അപ്പൊ പറയാനുള്ള അതൊക്കെ പറഞ്ഞോന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അതായത് എനിക്ക് ഡാബ്ജിയോടും എംഎച്ച്ആറിനോടും ഇത്തരോടൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ശരിക്കും പറഞ്ഞത് ഒരു നൊസ്റ്റാൾജിയ തന്നെയല്ലേ ശരിക്കും പന്തലിച്ചാൻ പാട്ട്. കാര്യം അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചെറുതിൽ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും വീണ് പൊട്ടുന്നതും, പോകുന്ന വഴിക്ക് നേരത്തെ പോയില്ലെങ്കിൽ നമ്മൾ സബ് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സെന്റർ കളിക്കുക, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഇൻ എ റാപ്പ് മോഡ് എന്ന് പറയാൻ പറ്റില്ലേ ഡാബ്ജി, എംഎച്ച്ആർ? അത് സത്യം പറഞ്ഞാൽ മൂസിൻ ബരാരി എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മൂടുള്ള സാധനം വേണ്ട പറഞ്ഞു. ഒരു കുറെ ആൾക്കാർ ചേർന്ന് പാടുമ്പോൾ ആ ഒരു കടുപ്പം കിട്ടുന്ന സാധനം വേണമെന്ന് പറഞ്ഞു. അത് വണ്ടിയിൽ വെച്ച് പിന്നെ എനിക്ക് എന്തോ 2 വേർഡ് പറഞ്ഞിട്ടുണ്ടെന്നല്ല അന്ന്. ഈ പന്തൽ ചാമ്പൂ നമ്മൾ ഉണ്ടാക്കുമ്പോ പന്തൽ ചാമ്പൂ ആ സാധനം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആ റിതം വെച്ചാണ് ഞാൻ ഈ ഒരു പരിപാടി. അത് എനിക്കിങ്ങനെ പറഞ്ഞുതരാറില്ല, ഞാനിപ്പോ പറഞ്ഞുതരാം. അല്ല, അൾട്ടിമേറ്റ്ലി ഇതൊരു നൊസ്റ്റാൾജിക്ക് തന്നെയല്ലേ? ഡാബ്സി ഒന്നും മിണ്ടല്ലേ ഡാബ്സി? ഹലോ, അല്ല എല്ലാരും ഞാൻ ഓവറായിട്ട് ഭയങ്കര ഓവറായിട്ട് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ കുറച്ച് ശാന്തിയില് അതൊക്കെ സമാധാനം പറയാനുള്ളൊരു പറയട്ടെ എന്റെ ഡാബ്സി, അതിനൊക്കെ മൈൻഡ് ചെയ്ത് അല്ല നമുക്കുള്ളിലുള്ള ഞാൻ കാര്യം പുറത്തു പറയാൻ പറയാനുള്ളത് പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ കുറച്ചൊന്ന് കേൾക്കാൻ വിചാരിച്ചപ്പോ ആ ഒരു മൂഡൊന്ന് മാറ്റി പിടിച്ചേക്ക് അടിപൊളിയാണ്. നിങ്ങൾ സൈലന്റ് ആയ ഡാബ്സി ഡാബ്സി ആവാണ്ടിരിക്കൂട്ടോ, ഞങ്ങൾക്ക് ആ ഡാബ്സി വേണ്ട. അല്ലല്ല, ഞാനാണ് തീർത്തും ഞാൻ മാത്രമാണ്. അതായത് എനിക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയില്ല. കാര്യം വെച്ചാല് നമ്മൾ ഈ പുസ്തക വായനയിലൂടെ പോവാത്തൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും വാക്ക് അല്ലെങ്കിൽ വാക്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കുറച്ച് അക്ഷരമാലകളെ സമാഹരിച്ച് വാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സോ എന്റെ നാട്ടില് നടക്കുന്ന കാര്യങ്ങള് ഒരു 4 ബാറില് അല്ലെങ്കിൽ 8 ബാർ 12 ബാർ എഴുതി പറഞ്ഞാല് അതിപ്പോ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക്കാന്റെ ഇൻഗ്രീഡിയന്റ് അതിൽ വരേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ആസ്പെക്ടുകൾ മീറ്റ് ചെയ്യാന് തുറന്ന രീതിയിലുള്ള കുറച്ച് കലാകാരന്മാരുണ്ടായി ഈ ഒരു പ്രൊജക്റ്റില്. ഓഫ് കോഴ്സ് ജോക്കർ ആണെങ്കിലും റൈറ്റവി ആണെങ്കിലും ആണെങ്കിലും പിന്നെ ഞങ്ങള് മൊത്തം ടീം, വീഡിയോ ഓഡിയോ, കുട്ടികള്, മലപ്പുറം സ്കൂള്, ഫുട്ബോള്, പന്ത്, പെരുന്നാള്, പയമ്പരി എന്നൊക്കെ പറഞ്ഞ സമയത്തെ കഥയാണ്. ഞങ്ങളെ തീർന്നതും എനിക്ക് പഴയ കാലം എന്നല്ല, ഞാൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ആ ഒരു സാധനമുള്ളത് കൊണ്ടാണ്. ഡബ്സി എന്നുള്ള കലാകാരൻ ഉണ്ടായത്. ഇറ്റ്സ് ഓൾവേസ് വിത്ത് മീ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് വലിയൊരു വെല്ലുവിളി അല്ലാതുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്.
റേറ്റ് ഇവരൊക്കെ പറയുന്ന പോലുള്ള ഒരു കണക്ഷൻ റേറ്റിനും ഇത് കേൾക്കുമ്പോഴും ഇതിന്റെ ഡിസ്കഷനിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ആ ചെറുപ്പത്തിൽ നമ്മള് അങ്ങനെ തന്നെയല്ലേ, അതേമാതിരി തന്നെയാണ് എല്ലാരും എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോവാണ്. ചില സമയത്ത് നമ്മള് മടിച്ചിട്ട് പോകൂല, അപ്പൊ ഇങ്ങനെ എടുത്ത് പൊക്കി കൊണ്ടുപോകലാണ്. സത്യം വന്നെ എന്ത് കറണ്ട് വന്നു. ചിലപ്പോ ടീമിൽ ആള് തേക്കാനൊക്കെ ആയിരിക്കും വിളിക്കുക. സത്യം നിങ്ങൾ എല്ലാരും ഫുട്ബോള് നാട്ടിൽ കളിച്ചവരല്ലേ? പറമ്പിൽ പോയി മഴയത്ത് കളിച്ചവരല്ലേ? എല്ലാവരും തലത്തിൽ കളിച്ചിട്ടുണ്ടോ? കൂട്ടത്തില് ഞാൻ കുറച്ച് കുറവാക്കി. ഞാൻ ഫുട്ബോൾ കളി കുറച്ച് കുറവാ സത്യം. അതെന്തുപറ്റി? ഒന്നുമില്ല, അത് ആദ്യം കളിക്കാതെ കുറച്ച് കളിക്കില്ലാന്നല്ല, ഈ മലപ്പുറത്ത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഞാൻ കുറച്ച് കുറവാ. എന്താ മറ്റേ എന്താ കുറവ്? ഈ അധ്വാനിക്കാൻ പോയി, ഓനേതായിട്ടുള്ള അധ്വാനം ഉണ്ടായിരുന്നു, ഓനോന്റെ ഫാമിലിക്ക് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അത് തുറന്ന് പറയണം. അല്ലടാ, അത് വേറെ സമയപരിമിതി വേറെ അതല്ല സമയപരിമിതി. അല്ലല്ല, ഞാന് ഫുട്ബോള് ചെറിയ താല്പര്യം കുറവായിരുന്നു, പക്ഷെ എന്നാലും കളിക്കും. എല്ലാരും കളിക്കുന്ന കാണുമ്പോ കളിക്കും. ഞാൻ പഞ്ചായത്ത് ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പഞ്ചായത്ത് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ആര്? മുഹമ്മദ് ഡബ്സി. മോഹ്സിൻ, ഇപ്പം എംഎച്ച്ആർ ഒക്കെ പറയുന്ന പോലെ ഈ ഒരു നൊസ്റ്റാൾജിക് വൈബ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഈ പറഞ്ഞതുപോലൊരു ഫുട്ബോളിനെ ഇത്രയും ക്രേസ്ലി അതുപോലെ മനസ്സിലേക്ക് എടുത്തവരോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഈ പറയുന്ന വരികളിലൂടെ സഞ്ചരിക്കാത്തവരും ഉണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞൊരു കൊതിപ്പിക്കലാണ് ആ വരികളിലൂടെ പോകുന്ന സമയത്ത്. എനിക്ക് ആ മുറുക്കെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് ഓടുന്നതും മറ്റേ നാരങ്ങ ഭയങ്കര രസമുള്ള കണക്ഷൻസ് ഒക്കെ തോന്നി. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഒരു നൊസ്റ്റാൾജിക് റൈഡ് ആയിരുന്നോ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത്. പക്ഷെ ഇവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ട് ലൈക് ഡാബ്സി പറഞ്ഞ പോലെ സ്റ്റിൽ എക്സിസ്റ്റിംഗ്. പക്ഷെ മോഹ്സിന് തോന്നുന്നുണ്ടോ അത്? ആക്ച്വലി ഇപ്പം നമ്മളിപ്പോ പോയി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ. ഞങ്ങൾ ഇവിടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ സ്കൂൾ വിട്ടിട്ട് പിള്ളേർ പാടവരമ്പത്തൂടെ ഓടി വരുന്നുണ്ടാവും വൈകിട്ട് ആ സ്ഥലത്തേക്ക്. ഞങ്ങൾക്ക് ദൗർഭാഗ്യവശാൽ അത് നല്ലൊരു ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ ലാസ്റ്റ് കളി ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യേണ്ടത് പലവട്ടം മഴ ആയതുകൊണ്ട്. പക്ഷെ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന്റെ അടുത്ത് തന്നെ കുളമുണ്ട്. ഇവന്മാര് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അത്രയും പിള്ളേർ ഓടി വരും. അവരവിടെ കളിക്കാൻ അവിടെ ആൾക്കാർ നേരം വൈകി വന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഷൂട്ട് ചെയ്തപ്പോ നിങ്ങൾ കണ്ട മരത്തിന്റെ അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപോലെ ഇവിടെ പോകും, അപ്പുറത്തെ കുളത്ത് പോയി ചാടിയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പൊ അത് ഓരോ ടൈം അവർക്ക് ഉണ്ട്. ഈ പറഞ്ഞ ജൂനിയേഴ്സ് ഒക്കെ യുപി സ്കൂളിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ നിന്നുള്ള പിള്ളേർ വരുന്നത് അവരെ കുറച്ചുകൂടി ലേറ്റർ ആയിട്ടാണ് എത്തുക. അപ്പോഴേക്കും ആ ഗ്രൗണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഇത് എന്റെ ഒക്കെ മക്കളൊക്കെയാണ് ഇതിനൊക്കെ അഭിനയിച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് പോകുമ്പോഴും അവരും അവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നൊസ്റ്റാൾജിയ തന്നെയാണ് ഞങ്ങൾക്ക്. പക്ഷെ ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ ജനറേഷന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അവരും ഇങ്ങനെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. കുറച്ചധികം നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് അവർക്കുണ്ട്, ടർഫുണ്ട്. അഥവാ ഗ്രൗണ്ട് കിട്ടിയില്ലെങ്കിൽ ടർഫിലേക്ക് പോവാം. പക്ഷേ നിങ്ങൾക്കുള്ളത് പോലെ എന്ന് പറയുമ്പോഴും ചോദിക്കുന്നത്, പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ പോലെ ഒന്നും കളിക്കാൻ പുറത്തേക്ക് കുട്ടികൾ ഇറങ്ങുന്നുമില്ല, അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. കൂടുതൽ ഇൻഡോർ ആയി എന്നാണ് പറയുന്നത്. ആ ഒരു മാറ്റം തോന്നിയിരുന്നോ? സിറ്റിയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം. ഞാനിപ്പോ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോയ പരിസരങ്ങളും പരിപാടികളൊക്കെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. മഴക്കാലത്ത് കുളത്തിൽ പോയി ചാടുമ്പോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഇവിടെ പോക്കുണ്ട് ചെക്കന്മാരൊക്കെ എല്ലാരും പോകില്ല. ഇവിടെ എല്ലാരും പോകും. അത് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന സുഖം അന്നല്ല പറഞ്ഞു കേട്ടോ. ഞാൻ അതിനെ താത്തി കെട്ടില്ല. കാര്യം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമൊക്കെ അടിപൊളിയാക്കി. പക്ഷെ നല്ല കെട്ടിട്ട് കുളത്തിൽ കണ്ട് രാവിലെ പോയിട്ട് ചാടുന്ന സുഖമുണ്ട്. അതൊരു 5 ലക്ഷം റുപ്യ കടം കൂടുന്ന ഒരു ആശ്വാസം. അത് നമുക്ക് ഒരിക്കലും സിറ്റി പോയാൽ കിട്ടൂല. ടു ബി ഓണസ്റ്റ് വിത്ത് നമുക്ക് കിട്ടൂലല്ലോ. കുളം എവിടെ, മറ്റേ കൊച്ചിയിലെവിടെ കുളം കിടക്കണേ. മച്ചാനോടും ചോദിക്കാം, നിങ്ങൾ മൂന്നുപേരോടും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ഒരു പാട്ടിന്റെ വരികൾ മനസ്സിൽ കയറി അത് ലൂപ്പ് ചെയ്ത് നമ്മൾ എവർഗ്രീൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റാപ്പ് വന്നതിന് ശേഷം ആളുകൾ ആ വരികളെ കാണാപ്പാടം പഠിച്ച് കൂടെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഡാബ്സിയുടെ ഒക്കെ ലൈവ് പെർഫോമൻസിൽ ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പാടി 2 വരി കഴിഞ്ഞാൽ മൈക്ക് ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ വരികൾ മുഴുവൻ പാടുന്നത് ക്രൗഡ് തന്നെയാണ്. അതായത് ഇറ്റ്സ് ദെയർ ഇൻ ദെയർ മൈൻഡ്. പക്ഷെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നിങ്ങളാ പറഞ്ഞില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊരു കാര്യം, ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞത് അവനെ കേൾക്കാൻ ആൾക്കാര് ഒരു ഷോയിലൊക്കെ അവൻ എഴുതിയ
അതായത് ഞാൻ പാടുന്നത് ഞാൻ കമ്പോസ് ചെയ്ത് എഴുതി പാടിയ എന്റെ ഓൺ സാധനങ്ങള്, അതല്ലെങ്കിൽ വേറൊരാൾ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവര് കാണാപ്പാടം പഠിച്ചിട്ട് കറക്റ്റ് വേവിൽ അത് പാടുമ്പോ ഒരു ആർട്ടിസ്റ്റിനുള്ള ഒരു സുഖമുണ്ട്. ആ ഒരു സാധനത്തിലൂടെ ഇപ്പൊ ഞാൻ ഈ പാട്ടിൽ എന്റെ അഞ്ജന മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്വന്തം എന്റെ ഉമ്മാന്റെ ലാസ്റ്റത്തെ മോനായ പാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനിയന്റെ പേര്. അൻസുവിന്റെയും പാരിയുടെയും പോരിസക്കടല് ഉപ്പിട്ട സോഡന്റെ കുളിര് അതിൽ എഴുതി വെച്ചിട്ട് ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ഐ ഹാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ നാട്ടിലെ കളിക്കാരനെന്ന് മൊയ്തു. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളിലൂടെയാണ് ആ പാട്ട്. പോസ്റ്റ് എന്ന കവുങ്ങിലെ അടക്കടത്തോട് ഇതായാലും അരിക്കന്നിട്ട് ആ കവുങ്ങിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ഉണ്ടാക്കുക. വെണ്ണൂറും കുജ്ജിലെ പാതിര പകൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ബൂട്ടും എല്ലാ സാധനങ്ങളും ചെന്ന് ചേരുന്നത് ഞങ്ങളെ നാട്ടിലെ പാത്തുമാത്താന്റെ വെണ്ണൂറും കുയില പോസ്റ്റ് ബൂട്ടുകളെ കുട്ടികൾ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട സോഡന്റെ ഒരു കുളിരി. സൈദാലിക്കാടെ കടയിൽ പോയിട്ട് ഞങ്ങൾ ഉപ്പിട്ട സോഡ കുടിക്കും കളിയും ഷർട്ടൊക്കെ മേലെ. സോ ദിസ് ഇസ് വാട്ട് ഐ റോട്ട്. ലൈക്ക് എന്റെ ലൈഫ് എഴുതിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞാലേ തീരുള്ള ലോകത്തില്ല, അല്ലെങ്കിൽ എന്റെ നാട്ടിലെടുത്തിട്ടില്ല. സോ ദിസ് ഇസ് വാട്ട് ഐ റോട്ട്. ബേബി ടൊറന്റോയിലായി പോയി. അവനിപ്പോ അങ്ങനെ അതെ, ബേബിയുടെ ഒരു മിസ്സിംഗും കൂടെ ഉണ്ട് ഇതിനകത്ത്. അല്ലല്ല, മ്യൂസിക്കാട് പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്. ടൊറന്റോയിലാണ് വരാൻ കഴിയില്ല. കേൾക്കുന്നവർക്ക് ടൂറിലാണ്. ടൂറിലാണ്. അപ്പൊ ഞാന് നിങ്ങളെ മോന്തി രാവിലെ അല്ല ഇന്റത്, എനിക്ക് വേറെയാണ്. നിങ്ങള് രാവിലെ വീശുമ്പോഴൊക്കെ ഞാൻ കിടന്നുറങ്ങിക്കാരം. അപ്പൊ ടൈമൊക്കെ നോക്കിയിട്ട് വേണം എന്നോട് പറയാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അല്ല, എന്തൊക്കെ നോക്കണം? ഗൾഫിലെ ടൈം നോക്കണം, ഇന്ത്യയിലെ ടൈം നോക്കണം, ഇനി ബേബിയുടെ ടൊറന്റോയുടെ ടൈം നോക്കണം. ഇല്ലേ നോക്കി. ശരിക്കും ലൈവ് പെർഫോമൻസിന്റെ സമയത്ത് റേറ്റിനാണെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻസ് വരുന്ന സമയത്ത് ഞാൻ കേട്ട സമയത്തും അല്ലെങ്കിൽ ഈ പാട്ട് പറയുമ്പോഴൊക്കെ എല്ലാവരും റിപ്പീറ്റ് മോഡിൽ പോകുന്നുണ്ട്. പാട്ടുകൾ റിപ്പീറ്റ് മോഡിൽ പോകുന്നത് വളരെ കുറവാണ്. സോ ഇങ്ങനത്തെ ഒരു സോങ് ഈ ഒരു വൈബിൽ പോയ സമയത്ത് റേറ്റിന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ഉണ്ട് ആ ഒരു കാര്യത്തില്. ഇത് ആൾക്കാർക്ക് ഒന്നുകൂടി റാപ്പ് പറയുമ്പോ ഒന്നുകൂടി പെട്ടെന്ന് എടുക്കാൻ കഴിയും. മറ്റേത് ഈ കർണാട്ടിക് മ്യൂസിക് ഹിന്ദുസ്ഥാനി മാതിരി അല്ലല്ലോ. നോക്കി പറഞ്ഞാൽ ആകെ പ്രശ്നം അടിച്ച് പിന്നെ വിവാദ പുരുഷനെ ആകെ ചീത്തലിടും. വേറെ അല്ല, ഓന് ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലേ, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയാണ് മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും. ഈ ആളാരാ അറിയോ? മഡ ട്രാൻസ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. എംഎസ്ആർ പോലെ കൂടിയിട്ടാണ് മഡ ട്രാൻസും ശരിക്കും മോഹസിനെ പാട്ടുകളുടെ വരികൾ എഴുതുന്ന ഡാബ്ജി പറഞ്ഞതുപോലെ ഒരുപാട് പാട്ടുകൾ തല്ലുമാല തൊട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മോഹസിൻ റിപ്പീറ്റഡ്ലി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു റാപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ചില വാക്കുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ എവിടെയോ കേട്ടായിരുന്നു. തല്ലുമാലയിൽ ഒരു പാട്ടിലാന്ന് തോന്നുന്നല്ലേ വിഷ്ണു ആയിട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ബഷീർക്കയുടെ ഒരു ബുക്കിന്റെ ടൈറ്റില് വിഷ്ണു ആ വേർഡ് എടുക്കണം എന്ന് പറയുന്നു. പക്ഷെ മോഹസിൻ അത് കോൺഫിഡന്റ് അല്ല. ബട്ട് വിഷ്ണുവിന് സൗണ്ടിങ്ങിൽ അത് ഇഷ്ടപ്പെട്ടു ആദ്യം അത് പറയുമ്പം. ആ ഒരു കോൺഫ്ലിക്റ്റ്, നിങ്ങൾ എല്ലാവരും സിംഗേഴ്സിനോടൊപ്പം മ്യൂസീഷ്യൻസും ആണ്. ചില വാക്ക്, ചില മ്യൂസിക്. സത്യത്തിൽ റാപ്പിൽ ഏതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം, വാക്കുകളും മ്യൂസിക്കും വരുമ്പോ? ഇത് പഴയ ക്ലാസിക് ആയിട്ടുള്ള ഒരു തർക്കമാണല്ലോ, വേഴ്സ് ആണോ അതോ? അല്ല, അത് സാധാരണ ഗാനത്തിൽ നമ്മൾ പറയും. പക്ഷെ റാപ്പിൽ വരുമ്പോ ഒരു വ്യത്യാസം ഇല്ലേ? റാപ്പ് എന്ന് പറഞ്ഞ പോയട്രി റിതമാണ്. അത് മറ്റേ ഇതിൽ പറഞ്ഞ പോയട്രി റിതം ആൻഡ് പോയട്രി ആണല്ലോ. പോയട്രിയും കൂടി വരണം. അപ്പൊ ഇതിൽ രണ്ടും ഏതെങ്കിലും ഒരെണ്ണം പോയാൽ പോയില്ലേ. അപ്പൊ രണ്ടും വേണം. പക്ഷെ ഈ പറഞ്ഞതുപോലെ വരികൾ എഴുതിയിട്ട് പാട്ട് അതിൽ അല്ലെങ്കിൽ മ്യൂസിക് അതിന് കൊടുക്കുന്നതാണോ കുറെ കൂടെ? അല്ല, ഇത് റിതത്തിനനുസരിച്ചാണല്ലോ നമ്മൾ പിന്നെ വേഴ്സും ഒക്കെ തീരുമാനിക്കുക. എത്ര ബാർ വേണമെങ്കിൽ. അത് ഐ തിങ്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ചിലപ്പം ഇൻസ്പിറേഷൻ മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി വരും. ഇപ്പം MHR പറഞ്ഞ പോലെ നമ്മള് പന്തളിച്ചാൻ പോവാന്നുള്ള ലൈൻ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതൊരു ചാൻഡ് പോലെ പന്തളിച്ചാൻ പോവാ. അല്ല, ആ വാക്കിന് അതൊരു ഏത് ടെമ്പോയിലേക്കാണ് എത്തിക്കേണ്ടത് MHR ഡിസൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ അങ്ങനെ അതിനനുസരിച്ച് വരും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ MHR ഗ്രൂവ് കൊടുത്തതിന് ശേഷം പിന്നെയാണ് അവർ വേഴ്സ് എഴുതുന്നത്. അതാണ് അതിന്റെ പ്രോസസ്. ഇതിനകത്ത് ഈ പോർഷൻസ് ഇപ്പൊ ഡാബ്സി പറഞ്ഞു, ഡാബ്സിയുടേതായ ചില പേഴ്സണൽ കാര്യങ്ങൾ ആ പാട്ടിൽ ഉണ്ടായിരുന്നു. അത് പാടുമ്പോ ഉണ്ടായ ഡാബ്സിയുടെ ഫീലിങ്സ് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ഇന്ന പോർഷൻസ് ഇന്ന ആളുകൾ പാടുക എന്ന് ഓൾറെഡി ഡിവൈഡഡ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്? ഒന്നുമില്ല, ഞങ്ങളിരുന്ന് ജാം ചെയ്യാ, മ്യൂസിക് വിളിച്ച് തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മൂപ്പരെ എല്ലാം കൂടി നോക്കിയിട്ട് ഞങ്ങൾ 2-3 മീറ്റിംഗ് ഇരുന്ന്. പിന്നെ ഇവിടുത്തെ ഒരു ഓപ്പൺ ഐശാല് ഇതിൽ ഇന്ന ആൾ ഇന്ന ചെയ്ത് അങ്ങനെ ഒരു ഇതിൽ നല്ല ഒരു ഫീൽ ഫ്രീ ടു വർക്കാണ്. ഒരു ഇൻഡിപെൻഡന്റ്
സോൺ അവിടെ ആ വാക്കിന് ഭയങ്കര മൂല്യമുള്ള ഒരു സാധനം. അതിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി. എന്റെ കാര്യമൊക്കെ അറിയുള്ളൂ. എല്ലാം ഉണ്ട്. തുറന്നു പറച്ചിലായിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ട്. ആ പന്തൽച്ചാണ്ട് എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ആ ആശയം അത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇത് ഉണ്ടായിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൊത്ത പരിപാടി ഇതിലൊരു സോങ് സ്ട്രക്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫുട്ബോള് നമ്മൾ സാധാരണ ഒരു സാധനമുണ്ട്, പ്രീ മാച്ച് അനാലിസിസ്, പിന്നെ മാച്ച് ലൈവ് ആയിട്ട് നമ്മൾ കാണും, ലൈവ് മാച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് അനാലിസിസ്. അപ്പൊ ബേബിയുടെ ഒരു ഏരിയ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡാബ്സിയുടെ തുടക്കം തൊട്ട് ബേബിയുടെ ഏരിയ വരെ പ്രീ മാച്ച് ആണ്. പ്രീ മാച്ച് അനാലിസിസ് ആണ് ഈ പറയുന്നത്. പിച്ചെടുത്ത് പോകാൻ മതി, നിർക്കിട്ട് ഓടിക്കുക, മറ്റേ വരമ്പത്തോട് ഓടിക്കുക, മറ്റോ അബിബാസ് അഡിദാസ് അബ്ബാസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്, മറ്റോ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണാണ്. അത് കഴിഞ്ഞിട്ട് ജോക്കർ വരുമ്പോ കളി തുടങ്ങി, ഞാൻ ആ കാലം കാട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫ് കളി അങ്ങോട്ട് പോയി. പിന്നെ അതിന് ശേഷം ഡാബ്ജിന്റെ വന്നിട്ട് ബാക്കി കളി എന്താ സംഭവിച്ചെന്ന് പറയണേ. അങ്ങനെ ഓന് മറ്റേ രണ്ട് വിളിക്കണോ കളി കഴിഞ്ഞു. കളി കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പാസ് ഇട്ടുകൂടാനോ എന്നുള്ളതാണ് പോസ്റ്റ് മാച്ച് അനാലിസിസ്. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫുട്ബോളിന്റെ ഒരു സ്ട്രക്ചർ ഇതിലിങ്ങനെ നമ്മളിങ്ങനെ അത് കളി എല്ലാവരും കളി കാണുന്നവരും പറയണവരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീതം വെച്ചിട്ട് അങ്ങനെ ആരാണ് എന്താണ് നമ്മൾ തീരുമാനിക്കണല്ലോ, അത് അവിടുന്ന് അങ്ങോട്ട് ഫോം ചെയ്ത് വന്നതാണ്. പക്ഷെ ഇങ്ങനെ ആയിരിക്കും ഇതിനൊരു പോക്ക് എന്നുള്ളത് നമ്മളെ വർത്തമാനത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അവനവന് കംഫർട്ടബിൾ ആയത് അവനവൻ പിന്നെ അതിലേക്ക് കേറി ബ്ലെൻഡ് ചെയ്ത് അതെ അങ്ങനെ പിടിക്കാൻ. MHR വളരെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സിസ്റ്ററിന്റെ നിക്കാവിന്റെ സമയാന്ന് എനിക്ക് അറിയാം ഇല്ലേ? അതെ. സമയം വളരെ ക്വിക്ക് ആണ് ഇല്ലേ? ഓൻ ഭയങ്കര നിങ്ങൾ ആലോചിക്കും, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഓന് കല്യാണത്തിൽ പോകാനാണോ അതോ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണോ ഇഷ്ടം ഉണ്ടാവുക? ഞാൻ പറയട്ടെ, മ്യൂസിക് ഇൻസൈഡ് പോലും ഊരിട്ടുണ്ടാവില്ല. നിക്കാന്നൊക്കെ പറയുന്നത് വെറുതെ കാരണം കെട്ടിച്ചിടണേ. അല്ല, എന്നാലും നമ്മളവിടെ വേണ്ടേ? എന്തിന് സ്ഥാനമില്ലേ? ഇക്കാന്റെ സ്ഥാനം ഒരു വലിയ അല്ല സ്ഥാനം. അതേ പോയിക്കണേ അങ്ങനെ. പക്ഷെ MHR ഇവര് പറയുന്ന ഒരു ഇൻട്രോവേർട്ട് ആണ് ശരിക്കും. MHRന്റെ സ്റ്റേജിൽ തകർപ്പൻ പെർഫോമൻസ് കാണുമ്പോ ഒന്നും തോന്നില്ല. അത് അവിടെയാണ് എല്ലാം ഓപ്പൺ ആവുന്നത്. ശരിക്കും ഇൻട്രോവേർട്ട് ആണ്, അല്ലാതെ അഭിനയിക്കണ എക്സ്ട്രോവേർട്ട് ആയിട്ട്. എന്തെന്നാ ഒച്ചത്തിൽ പറ, കേട്ടില്ല. ഒരു പകുതി എക്സ്ട്രോവേർട്ടും കൂട്ടാ, ഒരു പകുതി എക്സ്ട്രോവേർട്ടും, ആ ഒരു പരിപാടിയാ. അങ്ങനത്തെ വാക്കുണ്ടോ? MHR വിചാരിക്കെ പെട്ടുപോയല്ലോ എന്നുള്ളതാണ്. ഡാബ്സിയുടെ ഒരു കൺഗ്രാറ്റ്സ് പറയാനായിട്ടുള്ളത്, ഞാൻ കുറച്ചു ദിവസം മുമ്പ് ചെന്നൈയിൽ പോയിട്ട് ഇലുമിനാറ്റി പാടി അവിടുത്തെ ഓഡിയൻസിന്റെ കൈയെടുത്തേക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു റാപ്പ് സോങ് പണ്ട് ഉള്ളതിലും വലിയൊരു ട്രാവലിംഗ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഡാബ്സിയുടെ പാട്ട് അവിടെ ചെന്ന് പാടുമ്പോൾ ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. സോങ്സിന്റെ ട്രാവലിംഗ് ഇപ്പൊ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടോ? പണ്ട് മലയാളം പാട്ടുകൾ മറ്റ് ലാംഗ്വേജിലുള്ളവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ടു ആൻ എക്സ്റ്റെന്റ് കണ്ടിട്ടില്ല. നമ്മൾ റീജിയണൽഡായ അല്ലെങ്കിൽ ലാംഗ്വേജിന്റേതായ ഒരു റെസ്ട്രിക്ഷൻസ് കാണും. എനിക്കൊന്ന് ഡാബ്സിയുടെ പെർഫോമൻസിൽ ഞാനത് ഭയങ്കരമായി ഞെട്ടി. ആ പാട്ടുകളൊക്കെ പോയി അവിടെ പാടി ആളുകളുടെ ഒരു റെസ്പോൺസ് കണ്ടപ്പം. ഡാബ്സിക്ക് ആ ലൈവ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ തുടങ്ങിയ മുതൽ ഞാൻ ഏത് സ്റ്റേജിൽ കയറി അത് മുതൽ 5 ആളാണ്, 500 ആളാണ്, 1000 ആണെങ്കിലും ഒരൊറ്റ സെയിം മൈക്ക് സെയിം ഒഫേർട്ടാ. അത് എത്ര ആൾ കുറഞ്ഞാലും കൂടിയാലും ഞാൻ എന്റെ തൊണ്ടയിൽ നിന്ന് ഒരു പാട്ടിന്റെ പരിപാടി വെച്ചിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ഒന്നല്ലായിരുന്നു. സ്റ്റേജുകൾ പലതും കയറിയിട്ട് ഇങ്ങനെ വരുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ്. പക്ഷെ അവിടെ പോയപ്പോ കിട്ടിയൊരു വലിയൊരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ഒരു മലപ്പുറം അല്ലെങ്കിൽ മലബാർ ഓറിയന്റഡ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്റെ ഭാഷാ ശൈലിയിലുള്ള എന്റെ വിശ്വാസം ഞാൻ എന്റെ കളിക്ക് സോണിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഐ ടുക്ക് ലോട്ട് ഓഫ് വേൾഡ് ക്ലാസ് മ്യൂസിക് ആസ് എൻ ഇൻഗ്രീഡിയന്റ്. അതിന്റെ ചേരുവായിട്ട് ഞാൻ ഉപയോഗിച്ച് ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും പാട്ടുണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് മനഃപൂർവ്വം ഞാൻ എന്റെ സിഗ്നേച്ചറിൽ അപ്ലൈ ചെയ്ത് മലബാറി ബാങ്കർ, മണവാളൻ തഗ്, ഓളമുക്ക്, മഡ ട്രാൻസ് അങ്ങനെ വന്നോണ്ടിരിക്കാണ്. അത് കഴിഞ്ഞ് സാമ്പാർ വരുന്നു, സാമ്പാർ കഴിഞ്ഞ് ബെല്ലാത്ത ജാതി, മറ്റത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പന്തൽച്ചാണ്ട് വരുന്നത്. സോ ഇതിൽ വേൾഡ് ക്ലാസ് ലെവലിൽ എന്റെ കലനെ എന്ന് പറയുമ്പോ എന്റെ മണ്ണാണ് ഇതിന്റെ കലായിന് കൊണ്ടുപോകുന്നത്. അതിന് കെൽപ്പുള്ള മണ്ണുമാണ്, കലയുമാണ് ആൾക്കാർക്ക് ഇവിടുണ്ട്. MHR മേക്കിങ് മ്യൂസിക്, ഇതേ മേക്കിങ് മ്യൂസിക്, ഇതേ മിക്സ് ചെയ്യുന്ന എല്ലാവരും അതിന് പരിപാടി എടുക്കും. എസ് ഇവിടെ ഉണ്ട്, ജോക്കർ ഉണ്ട്, അതുപോലെ ഹനുമാൻ കൈൻഡ്, അതുപോലെ ഒരുപാട് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. സോ നമ്മള് പൊളിയാണ്. അടി ഉറപ്പല്ലേ? പൊളിയാണ്. മോസിനെ നേറ്റീവ് ബാപ്പ ചെയ്ത സമയവും ഇപ്പത്തെ മോസിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രാവൽ എങ്ങനെ തോന്നുന്നുണ്ട്? ബിക്കോസ് നേറ്റീവ് ബാപ്പ ചെയ്ത സമയത്ത് ആ ഒരു
സ്റ്റൈലും മമുക്കോയ എന്നൊരാള് ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുന്നതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ നിൽക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഫുട്ബോൾ സോങ് ഇറങ്ങി, ഇതിലൊരു റാപ്പ് ഉണ്ട്, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്നു, ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് വേറെയാണ്. കാരണം റിലീസായി വിത്തിൻ സെക്കൻഡ്സ് ആളുകൾ ഇതിന്റെ പിന്നാലെയാണ്. പക്ഷെ നേറ്റീവ് ബാപ്പ ഇസ് വെരി ന്യൂ ആ ഒരു ഇറയില്, ആ ഒരു ടൈമില്. ഇറ എന്ന് പറഞ്ഞ ഒരുപാട് പഴയതാക്കുന്നില്ല, ആ ഒരു ടൈമില്. പക്ഷെ വോട്ട് യു ഫീൽ നൗ? ഈ ഒരു ട്രാവൽ ഇപ്പൊ തോന്നുന്നത് എങ്ങനെയുണ്ട്? കാര്യം ഇവരെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നി ഇതിലേക്ക് വരാനായിട്ട് ഇതുപോലത്തെ ചില ഫസ്റ്റ് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കാം. ആരെങ്കിലും ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും. സോ മൂസിന്റെ ഒരു യാത്ര മൂസിന് ഇപ്പൊ എങ്ങനെയാ തോന്നുന്നത്? അല്ല, ഞാന് അങ്ങനെ എനിക്ക് ഇവരുടെ ഈ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ എമർജൻസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഷ്വറൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യം തന്നെയായിരുന്നു. ഇവര് ഈ പറഞ്ഞ പോലെ രാവിലെ നമുക്കിപ്പം ഡ്രൈവ് ചെയ്യുമ്പോ ഒരു മണിക്കൂർ കണക്കിന് ഒരു ഇപ്പൊ സ്പോട്ടിഫൈ ആൽഗോരിതം നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഒരു ട്രാക്ക് ഇട്ടാൽ മതി ഇവരുടെ ഏതെങ്കിലും പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറെ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച പോലത്തെ സൗണ്ട് സ്കേപ്പിലൊക്കെ ഉള്ള സൗണ്ട് ഇപ്പൊ ഉണ്ട്, അവൈലബിൾ ആണ്. നമുക്കിങ്ങനെ നാട്ടിലാണുള്ളത് എന്നൊക്കെ തോന്നുന്ന മാതിരി തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഇമോഷൻസ് കിട്ടുന്ന, ക്യാരി ചെയ്യുന്ന എല്ലാ വേഴ്സസും നമുക്ക് മനസ്സിലാവുന്ന, ജീവിതത്തിൽ നമുക്ക് കണക്ട് ആവാൻ പറ്റുന്ന സാധനങ്ങളുള്ള ഒരുപാട് ട്രാക്കുകൾ ഇപ്പം അവൈലബിൾ ആണ്. എല്ലാം ഹിറ്റ് ആണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ പന്തൽശാന് വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിച്ചത്, പ്രത്യേകിച്ച് ഈ തല്ലുമാല പോസിബിൾ ആയതിനു ശേഷമാണ് അത് സംഭവിക്കുന്നത്. കാരണം ഇപ്പം പന്തൽശാന്റെ എനിക്ക് ഇവരുടെ അടുത്ത് ഐഡിയ പറയുമ്പോ എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ പണിയിലേക്ക് കയറാം. എന്തിനെ കുറിച്ചാ പറയണത്, എന്ത് സൗണ്ടാ വേണ്ടത്, എങ്ങനത്തെ വേണ്ടതിനെ കുറിച്ചൊന്നും അധികം സംസാരിക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ കൺഫ്യൂഷൻസും ഇല്ല. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യാ ഇലാഹി എന്ന് പറഞ്ഞ ബുക്കാണ് വിഷ്ണു വിജയ് ചൂണ്ടിക്കാണിച്ചത് എനിക്ക്. അപ്പോ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചൊന്നിങ്ങനെ ഒരു അപ്രഹെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഓണസ്റ്റ്ലി പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അത് വിഷ്ണുവാണ് പറഞ്ഞ സൗണ്ട് നല്ലതല്ലേ. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും ആ സൗണ്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ, എനിക്ക് മാത്രമാണോ നല്ലതാണെന്ന് തോന്നുന്നത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല തന്നെയാണെന്ന് സംശയമൊന്നുമില്ല. പക്ഷെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും അത് ഉണ്ടോന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അപ്പോഴാണ് ആ സൗണ്ടിന്റെ ഒരു എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു മ്യൂസിക് എമർജൻസി ഉണ്ടാവണത് ഇവന്മാരെല്ലാരൊക്കെ. അപ്പോ കുറച്ചുകൂടി പോസിബിലിറ്റി കൂടി ഇപ്പം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും എന്ത് പാട്ടുണ്ടാക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പാട്ടുണ്ടാക്കണത് പറഞ്ഞാൽ ഇപ്പം നാറ്റീവ് വാപ്പ് ഉണ്ടാക്കിയ കാലത്തുള്ള പോലെയോ അല്ലെങ്കിൽ കേൾട്ടമ്പത്ത് ഉണ്ടാക്കുന്ന സമയത്തോ സുഡാൻ ഉണ്ടാക്കുന്ന സമയത്തോ ഉള്ള പോലെയല്ല. ആർട്ടിസ്റ്റുകൾ ഇതും പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ആ കൾച്ചർ ന്യൂആൻസസ് എന്താന്നൊക്കെ അറിയാം. മറ്റേത് ഞാൻ വിശദീകരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടേ ഒരാൾക്ക് കിട്ടാൻ. ഓഡിയൻസും മാറി, ഞങ്ങൾക്കും പെട്ടെന്ന് ഓഡിയൻസ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓഡിയൻസിന് മനസ്സിലാവുന്ന ഒരു കാലഘട്ടത്തെത്തി. അത് ഡിജിറ്റൽ മീഡിയന്റെ തന്നെയാണ്. റീൽസിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായില്ല. കാരണം എല്ലാവരുടെയും വീടകങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവരും ഡെയിലി ലൈഫ് എല്ലാരും കാണിച്ചു കൊടുത്തിട്ടൊക്കെ തന്നെ ജീവിക്കണം. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ ആ ഒരു റീജിയനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന കുറെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി പണ്ട് ഇവര് മനുഷ്യന്മാരാണല്ലേ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയ ഞെട്ടലൊക്കെ രേഖപ്പെടുത്തി തുടങ്ങി. പിന്നെ ഓഹോ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ റാപ്പ് ഇല്ലാതെ ഒരു സിനിമയില്ല, റാപ്പ് ഇല്ലാതെ ഒരു പരിപാടി ഇല്ലാന്നൊരു നിലയിലേക്ക് മാറി. എനിക്കറിയില്ല ടെക്നിക്കലി ഇതിനെ എങ്ങനെയാണ് എപ്പോഴും അങ്ങനത്തെ എന്താണ് വിളിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഇപ്പം ഓരോരോ ട്രെൻഡ് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാലത്തോളം ഇത് രസമുള്ള കാര്യം തന്നെയാണ്. ആൾക്കാർക്ക് ഇഷ്ടമുള്ള തന്നെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. അതിങ്ങനെ ഇന്ന് തന്നെ വർക്ക് ആവുന്നുള്ളൂ. നമ്മൾ ഇവോൾവ് ചെയ്തോണ്ടേയിരിക്കും. ആർട്ടിസ്റ്റുകൾ ഇവോൾവ് ചെയ്തോണ്ടിരിക്കും. ഞാൻ എപ്പോഴും എല്ലാ വേദികളിലും പറഞ്ഞ സമയത്ത് ഒരു സാധനം മുഹമ്മദ് ഫാസിൽ എം വി എന്ന് പറഞ്ഞ ഡാപ്സി നാമധാരിയായ ആർട്ടിസ്റ്റ് ഒരിക്കലും ഒരു ഹിപ്പ് ഹോപ്പ് റാപ്പ് ആർട്ടിസ്റ്റ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെടാത്തൊരു ആർട്ടിസ്റ്റാണ്. എന്റെ അതുകൊണ്ടാണ് എന്റെ പല മാലകളും വരുന്നുണ്ട്. പ്ലേ ബാക്കിംഗ് ഞാൻ ചെയ്യും. അങ്ങനെ എനിക്ക് എന്തൊക്കെ കിട്ടുന്ന മ്യൂസിക്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പറന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കാനാണ് ഒരു ഫീലിംഗ്. അതില് മാത്രല്ല ഒരു വലിയ സ്വപ്നം തോന്നുന്നു ഡാപ്സിയുടെ ഡയറക്ഷൻ അല്ലേ? പക്ഷെ അത് നടക്കും. എന്റെ പെരയിൽ എല്ലാരും ഉണ്ട്. അതുകൊണ്ട് ആരേലോടേലൊക്കെ പോയി ചോദിക്കാനുള്ള ഒരു എന്റെ ബ്രാഞ്ചിലുള്ള എന്റെ പെരയിൽ മൊത്തം ആർട്ടിസ്റ്റുകളാണ്. ഞാൻ ഉദ്ദേശിച്ച എന്റെ പേര് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് വലയങ്ങളും അതുപോലെ എന്റെ സഹോദരങ്ങളായി ഞാൻ ഇപ്പൊ കാണുന്ന സഹോദരങ്ങളായിട്ട് ആർട്ടിസ്റ്റുകളാണ്. റേത്തിന് എന്താ തോന്നുന്നത് ഈ ഒരു ഇപ്പത്തെ ഈ ഒരു ട്രെൻഡ്? ഞാൻ നേരത്തെ ചോദിച്ച പോലെ റാപ്പ് ഇല്ലാതെ ഒരു സിനിമയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇപ്പൊ പതിയെ മാറുകയാണ്.
സോ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രെൻഡ് എന്ന് പറയണോ, അതോ ഇതൊരു ഷോർട്ട് ടൈം ആയിട്ട് നിൽക്കാൻ പോകുന്നതാണോ, അല്ലെങ്കിൽ ഇതിന് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടോ? എന്താണ് തോന്നുന്നത്? അല്ലല്ല ഓന് 1 സെന്റ് 5 സെന്റ് സ്ഥലം മേടിച്ചിരിക്കണ് കഴിഞ്ഞ ആഴ്ച. കായ് ബാങ്കിൽ വന്നിട്ട് മറ്റേ പേര് എൻഫോഴ്സ്മെന്റ് ഒക്കെ തെരഞ്ഞെടുന്ന അവസ്ഥ. കണ്ടെയ്നറിലെ കായ് കൊണ്ടിരുന്നത് എന്താ ഒക്കെ വെറുതെ പറയാട്ടോ. വിശ്വസിച്ച് മായ്ച്ചറിഞ്ഞു പറഞ്ഞോ. എനിക്ക് വെറുതെ പറയാന്ന് പറയണ വരെ ഞാൻ വിശ്വസിച്ചിട്ടില്ലേ. ഏറ്റവും കൂടുതൽ കായ് വരുന്ന വണ്ടിയില അവര് എന്തായാലും പോനെ ഞങ്ങളാണ് കെട്ടിപ്പൂട്ടിട്ടേക്കണ. ഓടിയാ ഞങ്ങളും പോയി. നിങ്ങൾ നോക്ക്, റേത്തിന്റെ റൂം തന്നെ നോക്കി നിങ്ങളുടെ പോലെയൊക്കെയാണോ? റെഡ് ലൈറ്റ്, യെല്ലോ ആന്നില്ലേ? ലൈറ്റ്. ഇനി ഞങ്ങള് പാട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ കമ്പനിയുടെ ഓണറാണ് കുത്തിരിക്കണത്. പിന്നെ എന്താ കാട്ടുക? ഞാൻ എവിടെയും പോലെ ഞാൻ നിലമ്പൂരുണ്ടാവും. MHR ഓന്റെ റോട്ടിൽ ക്യാമറ കൊണ്ട് വെച്ചിരിക്കാത്തിരുന്ന വേറെ എവിടേക്കാലും ഓടി പോകുന്നുള്ളത്. MHR പറയുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഫ്യൂച്ചർ ഓഫ് ദിസ് മ്യൂസിക്. ഹിപ്പ് ഹോപ്പ് ഒന്നാമത് പറയാനുള്ളത്, ഞാനൊരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ഒരു ഹിപ്പ് ഹോപ്പ് EDM പരിപാടിക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ ഹിപ്പ് ഹോപ്പിന്റെ ഒരു ഭാവി, റാപ്പിന്റെ ഒരു ഭാവി എങ്ങനെ, എന്തായാലും ഒരു ഷോർട്ട്, ഒരു ചെറിയൊരു പരിപാടി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമല്ല. കാരണം ഇവിടെ നമ്മൾ ഈ മലയാളം ഇൻഡസ്ട്രി ഇത് മറ്റേതല്ല, ഒരുപാട് കാലം കാര്യമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഈ അടുത്തായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ട്രെൻഡ് പോലെ അത് ഇതെന്തായാലും ഇതുണ്ടാവും, ഫ്യൂച്ചർ തന്നെയാണ്. അല്ല പിന്നെന്താ വെച്ചാല് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർട്ടിന് എന്തായാലും ഫ്യൂച്ചർ ഉണ്ടാവും. ആർട്ട് ഇവോൾവ് ചെയ്തോണ്ടിരിക്കും. മനുഷ്യന്മാർക്കാണ് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വെരി ട്രൂ. അല്ല, നമ്മുടെ ഇവോൾവിങ്ങിനനുസരിച്ച് നമ്മുടെ സെൻസും അതെ. ടേസ്റ്റും ഒക്കെ നമ്മള് അതെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് സമയമാണ്. മ്യൂസിക് എന്തായാലും ഇവോൾവ് ചെയ്തോണ്ടിരിക്കും. ഒന്നാമത് പറയാനുള്ളത്, ഇതില് മൂസിൻക എനിക്ക് തോന്നുന്നു ഇതിലിപ്പോ വോക്കൽ ചെയ്തിട്ടുള്ള 3 ആർട്ടിസ്റ്റുകളാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനും റൈത്തിലും. അപ്പോ ഇതിൽ പറയാനുള്ളത്, ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക് വരെ അതിലൊരു സ്പേസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് മുഴുവനായിട്ടൊരു ആർട്ടിസ്റ്റ് ഫ്രീഡം അതിലുണ്ടായിരുന്നു. കാരണം ഇപ്പോ ഞാൻ അതിൽ ഈ ട്രാക്ക് ഒരു EDM ട്രാക്ക് കൂടെയാണ്. അതിലൊരു EDM ഡ്രോപ്പ് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അതിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും MHRന് ഓടാനുള്ള സമയമാണ്. പന്തൽച്ചയെ പറ്റി പറഞ്ഞതിൽ സന്തോഷം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അനീതി കുട്ടിയോട് പറയാ. എന്താ അലവിക്കുട്ടി? അല്ല, അനീതി അലവിക്കുട്ടിയല്ല, അലവിക്കുട്ടിയോട് പറഞ്ഞു. ഓക്കെ. അപ്പോ എത്ര ആംസി കാട്ടണേ എത്ര പോയി എവിടെയാണോ പോയത്? വെള്ളിപ്പാന്റെ കസേര തന്നെ കുത്തിർക്കണോ? അപ്പൊ എന്നാ കല്യാണത്തിന് നോക്കിയാ ഇജെത്താ നിക്കാനും വിളിച്ചാ ഞങ്ങളെ? അതൊരു പോയിന്റ് ആണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിയല്ലോ. ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഞങ്ങള് വിളിച്ചില്ല. ഉമ്മാന്റെ കാര്യപ്പെട്ട പെങ്ങളൊന്നല്ലേ, ഏതോ ഒരു പെങ്ങള. കാര്യപ്പെട്ട പെങ്ങളാണ്. ഞാൻ അവിടെ ഞാൻ കല്യാണത്തിൽ ഉണ്ടാവല്ലേ. ഞാനത് ചോദിക്കാൻ വന്നു, ഇവരെ ഒന്ന് കൂട്ടുകാരെ ഒന്ന് വിളിക്കാണ്ട് കല്യാണം വെച്ചെന്ന്. ഞങ്ങളൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത കൂട്ടുകാരാണ്. ഓനെ ഇൻസൈഡ് ചുളി വെച്ചിട്ടേ ഓൻ എന്തേ കാട്ടുന്നത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചു? ഇടക്കിടക്കിങ്ങനെ വയറുണ്ട്. എന്താ വെച്ചാൽ ഇൻസൈഡ് സ്ലീവ് ചുളുങ്ങണ്ട. ഒരു മിനിറ്റ് ഞാൻ എനിക്കിതിന്റെ ക്യാപ്ഷൻ കിട്ടി, MHR പെങ്ങളുടെ കല്യാണത്തിന് വിളിക്കാത്തത് കൊണ്ട്. ഞാൻ ഇവിടെ അബ്ബായ കിട്ടിട്ടാ വന്നു. ആ സിംപ്ലിസിറ്റി നല്ല തടിച്ചിട്ട് എന്താ തിന്നണ ചോളത്തോടെ ഉസാറ് കണക്കിന് മുന്നോനാണ്. അപ്പൊ ടാറ്റ MHR. അപ്പോ ഓക്കെ. സോ അലവിക്കുട്ടിനോട് പറയും. ആയിക്കോട്ടെ. നമുക്കും പന്തളിച്ചയിലേക്ക് തിരിച്ചു വരാം. ലാസ്റ്റത്തെ ആ പാട്ടിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് വിജയൻ ചേട്ടൻ ഒരു ഷോട്ടാണ്. ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് മൂസിൻ ചില കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഇങ്ങനെ ഒരു സോങ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതൊക്കെ നമുക്ക് സൗകര്യം അനുസരിച്ച് കിട്ടുന്നതൊക്കെ അല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ എന്തെങ്കിലും ഉണ്ടോ ആ പാട്ടില്? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ ആക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടെ. അതൊന്നും ചിന്തിക്കണ്ട. പക്ഷെ അടിപൊളി ആർട്ടിസ്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെന്നുണ്ട്. മറ്റേ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഗ്രൗണ്ട് ഞാൻ കണ്ടിട്ട് അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ
ഞങ്ങൾക്ക് കുറച്ച് മഴയുടെ ഇടങ്ങറൊക്കെ കിട്ടി. പക്ഷെ മഴ എന്നാലും പെയ്തോണ്ട് അപ്പൊ നമ്മളൊരു ഗ്രൗണ്ട് കണ്ടുപിടിച്ചത് തന്നെയായിരുന്നു. അവിടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പലവട്ടം ഞങ്ങൾ ഷൂട്ട് നീട്ടി പോയിട്ട് പോലും നമുക്ക് അവിടെ ആ ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ആ കളി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊരു നഷ്ടബോധമാണ്. പക്ഷെ ഒരു ഒന്നര ചേട്ടന്റെയൊക്കെ ഗ്രൗണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ ലീഗിന്റെ ആൾക്കാരും കൂടി നമുക്ക് സഹകരിച്ചതുകൊണ്ടാണ് അതൊക്കെ പോസിബിൾ ആയത്. വെരി ട്രൂ. അതെ, അത് ശരിക്കും താങ്ക്സ് ടു സൂപ്പർ പന്തലിച്ച ലീഗ്. എന്താണ് ഞങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഒരു ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഫുട്ബോൾ സ്നേഹിക്കുന്നവർക്ക്, സ്പോർട്സ് സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നു. പക്ഷെ മോസിന്റെയും ഡാപ്സിയുടെ ഒക്കെ ശരിക്കും ഉള്ളിൽ എന്തായിരുന്നു? എന്ത് തരുമ്പോഴും ഒരു കാര്യം മനസ്സിൽ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അങ്ങനെ ഇല്ലേ? മ്യൂസിക് പറഞ്ഞതാണ് ഈ വാക്കിൽ ഒരൊറ്റ അവസാനമൊക്കെ പറയുള്ളൂ, പാസിറ്റീവ്. വെരി സിമ്പിൾ. പാസിറ്റീവ് ഡൈന തന്നെയാണ് അതിന്റെ ഒരു ബേസിക്കലി പന്തൽച്ചാമ്പുക പാസിറ്റീവ് ഡൈന എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു. ഇപ്പൊ ഈ പാട്ട് ചെയ്യുമ്പോ നിങ്ങള് അല്ലെങ്കിൽ ഞങ്ങള് മലപ്പുറത്ത് പോയി ഈ പാട്ട് ചെയ്യാണ്. അപ്പം അവിടെ പോയിട്ട് വെറുതെ ചായക്കട പോയിട്ട് ഞങ്ങള് സാധനം ഷൂട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ അവിടുത്തെ ഒരു ഓഡിറ്റോറിയം, നമ്മൾ കണ്ട ഓഡിറ്റോറിയം പോയിട്ട് ഷൂട്ട് ചെയ്യാൻ കിട്ടുമോ, എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു പന്തലിന്റെ പരിപാടിയാണ്. അടുത്തൊളി പിന്നെ വർത്താനൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിപ്പോ സ്കൂളിൽ പോയിട്ട് ആ സ്കൂൾ കുട്ടികളൊക്കെ പുള്ളിയാവശ്യത്തെ UP സ്കൂളിൽ അത് ആ സ്കൂൾ കുട്ടികളൊക്കെ അവിടുത്തെ പി ടി മാഷ്, HM, ഹെഡ് മാഷൊക്കെ വളരെ ഈസിയായിട്ട് സ്കൂൾ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തരികയാണ് കുട്ടികളെ. എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ നോക്കി. പിന്നെ ഈ ഞായറാഴ്ച മഴ പെയ്യാത്ത ഞായറാഴ്ച അവിടെ നോക്കിക്കാൻ പറ്റില്ലല്ലോ. മാസത്തിലാകെ 4 ഉണ്ടാവുള്ളൂ ഞായറാഴ്ച. അപ്പം മഴ പെയ്യാത്തൊരു ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിലും പോയിട്ട് കുട്ടികളെ തരുമെന്ന് ചോദിക്കണം. പക്ഷെ പന്തലല്ലേ തരാന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാരും ഇതേമാതിരി പന്തലല്ലേ അപ്പൊ എന്തായാലും അത് നടക്കട്ടെ എന്നിട്ട് അങ്ങനെ എല്ലായിടത്തും ഫുട്ബോൾ അല്ലേ അപ്പൊ നമ്മൾ ഫുൾ സപ്പോർട്ടർ ആള് എന്ന് പറയുന്ന പോലെയാണ്. ഈ പറഞ്ഞ 200 ആൾക്കാരൊക്കെ വിളിക്കുമ്പോഴൊക്കെ എല്ലാരും വരുന്നതിലൊക്കെ ആ എനർജി ഉണ്ട്. അപ്പൊ ആ ഒരു സ്പിരിറ്റ് ആണ് ഇതിനകത്തുള്ളത്. പിള്ളേരൊക്കെ ഇരിക്കുന്നവരും കൂടെ ഇരിക്കുന്ന ആൾക്കാർ ഇവരെ കൂടെ ഒക്കെ വന്ന അത്രയും ആ ക്രൗഡ് എല്ലാരും അവർ വന്നിരിക്കുന്ന അവരെ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതിനകത്ത് ഡ്രിബിൾ ചെയ്യുന്നതും മറ്റേ ഇത് ചെയ്യുന്നതൊക്കെ അവിടുത്തെ ഫ്രീസ്റ്റൈലേഴ്സ് അതിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ വിളിക്കുമ്പോൾ ആൾക്കാർ വരുന്നതും അങ്ങനെ എന്തായാലും വരണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നത്. അതിന് ആ സപ്പോർട്ട് സിസ്റ്റം അവിടെ ഫുട്ബോൾ ആണ് എന്നുള്ളത് കൊണ്ട് ഉണ്ട്. അതിനകത്ത് സ്പെഷ്യലാണ്. അപ്പൊ ആ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഇതിൽ ഒന്ന് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഈ വളരെ നമ്മൾ ക്ലീഷേഡ് ആയിട്ട് പറയുന്ന ഒരു വാക്കാണല്ലോ അത് തന്നെ. എല്ലാരും ഒരുമിച്ച് ഒരു പരിപാടി നടത്താൻ നോക്കൂലേ, കല്യാണ തലേന്ന് ഈ പറഞ്ഞ പോലെ പന്തലൊക്കെ എടുത്ത് അങ്ങോട്ട് നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു വൈബിൽ എല്ലാരും കൂടി ഇതിന് നിന്ന് വരും. ആ ഒരുമ ഉണ്ട്. അതാണ് പാസ്വേഡ് ട്രെയിനിങ് പറയുന്നത്. പാസ് ഇട്ടാൽ മതി, നമുക്ക് പാസ് കൊടുത്ത് കളിക്കാന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് അവിടുന്ന് കിട്ടിട്ടോ. ഞാൻ വെച്ചാല് നമ്മളൊരു പരിപാടി എടുക്കുന്ന ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു മനോഭാവത്തിലൊന്നല്ല അവിടെ പോണ. ക്യാമറ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നടക്കുന്നത് ബാക്കിയെല്ലാം ഭയങ്കര ഓർഗാനിക്കാണ്. പ്രകൃതി അടക്കം. ഞാൻ ഇപ്പൊ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, ആ ഗ്രൗണ്ട് നമ്മളൊരു 4 മണിക്ക് ശേഷം അവിടെ പോയിരുന്ന് 6 മണിക്ക് ശേഷം സൂര്യൻ താഴ്ന്നാലും ഒരു 4-5 ചെങ്ങായിമാര് അപ്പുറം ഒരു 5 വട്ടത്തേക്ക് കുത്തിരുന്ന് വർത്താനം പറഞ്ഞ് 7-8 മണിക്ക് വെച്ച് പോണ ഒരു പ്രകൃതി എന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെയിം നൊസ്റ്റാൾജിക് സീനിലാണ് ഞാൻ അഭിനയിക്കുന്നതല്ല, ഞാൻ ജീവിക്കുന്നില്ല അവിടെ. ബിക്കോസ് ഐ ഗോട്ട് ഇൻ മൈ പാസ്റ്റ് ഞാൻ അനുഭവിച്ചുകൊണ്ട് വെരി ക്ലാരിറ്റിയിലായിട്ട് പറഞ്ഞു വെച്ചാല് ഇറ്റ്സ് ലൈക്ക് ഒരു റെൻഡിഷൻ മൂഡായിട്ട് വെച്ചാല് തിരിച്ചു പോക്കുമല്ല, അതിനൊന്നും ഇങ്ങനെ തലോടുന്ന ഒരു ഫീലുണ്ട്. 33-ാമത്തെ വയസ്സില് എന്റെ പയ്യതിന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, നൊസ്റ്റാൾജിക് ഫീൽ. അതെന്തായാലും ഫൈനലി നൊസ്റ്റാൾജിയ തന്നെയാണ് ഇതിന്റെ ഒരു സെൻട്രൽ ഒരു കോർ. പക്ഷെ നൊസ്റ്റാൾജിയ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് ഇപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് ആ ജനറേഷൻ ഇപ്പോഴത്തെ പക്ഷെ അവർക്കുള്ള എന്താ വെച്ചാൽ അവർക്ക് പന്തൽച്ചാൻ പോവാന്നുള്ള പാട്ടും കേൾക്കാൻ പറ്റും, റാപ്പ്. ഞാൻ ഇപ്പൊ എപ്പോഴും എന്റെ കുട്ടികളെ കാണുമ്പോൾ വിചാരിക്കലുണ്ട് ഇവർക്കൊക്കെ കേൾക്കാൻ കിട്ടുന്ന പാട്ടേ. ആ ഒരു വ്യത്യാസമുണ്ട്. അവരുടെ കൾച്ചർ, അവർ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അവരുടെ മ്യൂസിക്കിലും എല്ലാത്തിലും കാണുന്നത്, പോപ്പ് കൾച്ചറിൽ കാണുന്നുണ്ട്. സോ അവർ ഗ്രോ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെൽഫ് എസ്റ്റീം ലെവൽ എന്ന് പറയുന്നത്, അവരുടെ സെൽഫ് എസ്റ്റീം ലെവൽ എന്ന് പറയുന്നത് ഞങ്ങളെ കുട്ടിക്കാലത്ത് ആ സെൽഫ് എസ്റ്റീം ലെവൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഫാർ അവേ ഫ്രം റിയാലിറ്റി ആയിരുന്നു. അത് എവിടെയോ ദൂരത്തുള്ള ഒരു പരിപാടിയാണ്. ഓൾക്ക് പരിചയമുള്ളതൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർക്കൊക്കെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും പേരറിയാം. ആരാ എന്താ ചെയ്യുന്നത്, ഇവരെല്ലാരും ട്രാക്ക്, ഇവരൊക്കെ ബയോ ഒക്കെ അറിയാം. എവിടെ നിന്നാണ് വന്നത്, ഇതുപോലെ ആദ്യം പാടിയ പാട്ട് ഏതാണ്, ആ പാട്ടിന് എത്ര വ്യൂ ഉണ്ടെന്ന് ഇവരെ
ഒരു കല്യാണം ആലോചിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചു, കുട്ടികൾ സ്കൂൾ കുട്ടികൾ ചോദിച്ചാൽ മതി നല്ല ചക്കരാണോ സ്കൂൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കും. ജനറേഷനിൽ മ്യൂസിക് ഏറ്റവും കൂടുതൽ പറഞ്ഞാതെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ന്യൂമറിക് നമ്പറിന്റെ ഹൈക്കിനാണ് ഇവിടെയുള്ള ജനറേഷൻ. ഒരുവിധമുള്ള ആൾക്കാര് ഒരു ജനറേഷൻ വാർത്തോണ്ടിരിക്കണ വെച്ചാല് ആ ഒരു ഹൈക്ക് വരുന്ന ന്യൂമറിക് ഏറ്റവും കൂടുമ്പോഴാണ് ലൈക്കും നമ്പേഴ്സും ആ ഒരു സ്ഥാനത്തില് ആ ന്യൂമറിക് ഹൈക്കിന് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഒരു പരിപാടിയാണ് സത്യം. കുട്ടികളിനോട്ട് എന്റെ മോനോട് ചോദിക്കോട്ടോ. അല്ല, ഞാന് 3 പേരോടും ചോദിക്കട്ടെ, ഒരു പാട്ട് ഇറങ്ങി കഴിയുമ്പോ എത്ര ലൈക്കായി, എത്ര പേര് വ്യൂ കണ്ടു, പോയി നോക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഒന്നായി ഞാൻ നോക്കാറില്ല, പഠിച്ചോനെ നോക്കാറില്ല. നോക്കാറുണ്ടോ? ഒന്നായി നോക്കാറില്ല. ഇറക്കി വിട്ടിട്ട് അങ്ങോട്ട് വിടുകയാണ് നല്ലത്. ആദ്യമൊക്കെ നോക്കി മണവാളന്തൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ 1 മാസത്തോളം സ്റ്റോറി ഇട്ടു വേണം. പിന്നെ ആ ഒരു പൂതിയാണ്ട് നിന്നു വെച്ചാല് ഇത് കളിക്കണ കളി ഒന്നല്ല കുളിക്കണ കുളം എന്ന് പറഞ്ഞ മറ്റേ കഥയാണ്. ഇതിനായിട്ട് 2 ആൾക്കാരെ പണിക്കുന്ന അവസ്ഥയില് ഇന്നിപ്പോ ഇത് സാധ്യമാണോ? അല്ല. അപ്പൊ ഇപ്പൊ അലിഫ് 1 മില്യൺ അടിച്ചു ഇറങ്ങി ഇപ്പൊ വല്ല ഇങ്ങനെ മില്യാണ് സംബഡി സേയിങ് ദാറ്റ് അലിഫ് അപ്പൊ 1.3 ആയിരിക്കുന്നു 1 മില്യൺ. വെച്ചാല് ആ ഒരു ക്രിയേറ്റീവ് സാധനം കഴിഞ്ഞ് പ്രൊജക്റ്റ് ആയി, അത് പ്രൊഡക്റ്റ് ആയി, അത് നാട്ടുകാർക്ക് കൊടുത്ത സ്ഥലം മതി. സോ നിങ്ങൾ 3 പേരും ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറച്ച് എന്താ പറയാ, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ലെങ്കിലും എന്റെ നമ്പേഴ്സ് ഇസ് കീപ് ഓൺ ചേഞ്ചിങ്. ദാറ്റ് ഡെഫിനറ്റ്ലി മീൻസ് അതിന്റെ ഒരു അക്സെപ്റ്റൻസ് ആണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആൻഡ് സ്പോർട്സിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന്, സ്പോർട്സിന് വേണ്ടി അവധി കൊടുക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഒരു പാട്ട് വന്നതിനെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഇതുപോലത്തെ നല്ല കുറെ ഗാനങ്ങൾ, സ്പോർട്സ് എന്നല്ല എനി ജോണർ ഓഫ് സോങ്സ് ഞങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്നു. സിനിമ സോങ് അല്ലാതെ തന്നെ സിംഗിൾസ്, എനിക്ക് തോന്നുന്നു അതാണ് ഇനി കൂടുതൽ നമുക്ക് വേണ്ടിയത് അല്ലേ? സിംഗിൾസുകളും. ഞങ്ങളെ ഷോ ഖത്തറിലെ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നിങ്ങളല്ലേ സ്പോൺസർ ചെയ്യാൻ പോകുന്നത്? ഹലോ ഹലോ ഇല്ല, ഇൻഷാല്ലാ അങ്ങനെ സംഭവിക്കട്ടെ. മൈൽസ് ടു ഗോ കുറെ പരിപാടികളുണ്ട്, അടിപൊളിയാണ്. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ പന്തൽച്ച. എല്ലാരും കേൾക്കുക. ഡെഫിനറ്റ്ലി.